ഒരുപക്ഷെ കേരളത്തിൽ 99 മുതൽ 121 സീറ്റ് വരെ UDF-ന് സാധ്യതയുള്ളതാണ്. 0 മുതൽ 2 വരെ സീറ്റുകൾ ഒരുപക്ഷെ ഇന്ത്യക്ക് കിട്ടിയേക്കാം. അതായത് നിയമവും കഴക്കൂട്ടവും ഉൾപ്പെടെയുള്ള സീറ്റുകൾ. അങ്ങനെയാണെങ്കിൽ 22 അൺസർട്ടൺ ആയിട്ടുള്ള 2 സീറ്റുകളുണ്ട്. UDF-ന് 99 സീറ്റുകളാണുള്ളത്. LDF-ന് എത്ര സീറ്റുകളാണ്? 19 സീറ്റുകൾ. അപ്പോഴാണ് ഈ 22 സീറ്റ് നിർണ്ണയമാവുന്നത്. ഈ 99-നൊപ്പം ഇതിന്റെ കൂടെ 22 ചേർന്നാൽ എത്ര സീറ്റുകൾ വരും? 121 സീറ്റുകൾ വരെ UDF-ന് കിട്ടാം. ഇനി LDF-നാണ് വരുന്നതെങ്കിൽ 19-ന്റെ കൂടെ 22-ഉം കൂടെ ചേർന്നാൽ 41 സീറ്റ് LDF-ന് കിട്ടാം. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസിന്റെയും അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സംസ്ഥാന ഇന്റലിജൻസ് പറയുന്നത് ഒന്നും നോക്കണ്ട, 3-ാം ഭരണം ഉണ്ടാകും, ഭരണ തുടർച്ച ഉണ്ടാകും എന്ന കാര്യത്തിൽ അവർക്കൊരു സംശയമില്ല. ഏകദേശം 73 സീറ്റുകളാണ് അവര് LDF-ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് 80 വരെ ആകാമെന്നും 80-ന് അപ്പുറം പോകാമെന്നുമാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, അപ്പം നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ 15 സീറ്റാണ് അവര് BJP-ക്ക് കണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ചകളിൽ പറഞ്ഞു BJP-ക്ക് ഉള്ള പ്രതീക്ഷയൊക്കെ പോയി നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ റീസെന്റ് ഉള്ള ദിവസങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അവരുടെ സംസ്ഥാന ഘടകങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല, നല്ലൊരു മത്സരം ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ 15 സീറ്റുകൾ നേടിയെന്നാണ് അവര് അവകാശപ്പെടുന്നത്. അതിനകത്ത് അവര് പ്രധാനപ്പെട്ട് പറയേണ്ടത് വോട്ട് വിഹിതം പലയിടത്തും കൂടി അത് ഇലക്ഷന് റിഫ്ലക്ട് ചെയ്യും. കുമ്മനംജി ആറന്മുളയിലും അതേപോലെ തന്നെ നേമത്തും ജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലെന്നാണ് ഇപ്പം കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ എന്തായിരിക്കും ശരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതായത് ഈ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ നോക്കുകയാണെങ്കിൽ സംസ്ഥാന ഇന്റലിജൻസ് ആരുടെ കീഴിലാണ്? മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. കേന്ദ്ര ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ കൊടുക്കുന്ന റിപ്പോർട്ട് ഇവരെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് കൊടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ ഒരു റിപ്പോർട്ടായിരിക്കും സ്വാഭാവികമായിട്ട് അവർക്ക് അതേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഒരു കണക്കൂട്ടിൽ പറയുകയാണെങ്കിൽ മെയ് 4-ന് ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിക്കുള്ള സാധ്യതയാണ് കണക്കാക്കാൻ പറ്റുന്നത്. അതായത് 2 ക്യാമ്പുകളും ആത്മവിശ്വാസത്തിലാണ് വേറെ തരത്തിൽ. അത് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? UDF ക്യാമ്പിൽ ഉള്ള ആത്മവിശ്വാസം, അത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന് VD സതീശന് 100 സീറ്റിന്റെ അപ്പുറം ഇപ്പുറം പുള്ളി പറയുന്നില്ല. ഇപ്പം 100 സീറ്റ് എന്നുള്ള സംഭവത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങോട്ട് പിന്നോട്ടൊരു പറഞ്ഞിട്ടേ ഇല്ല. അതായത് അത്രത്തോളം കോൺഫിഡൻസിലാണ് UDF ക്യാമ്പ് നിൽക്കുന്നത്. അവരുടെ ചർച്ച എന്താണ്? മുഖ്യമന്ത്രിയെ പറ്റി. പക്ഷെ LDF-ന്റെ സംഭവം എന്താണ്? അവർക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമാണ് എന്നൊരു ധാരണ അവർക്കുണ്ട്. പക്ഷെ എങ്ങാനും ബിരിയാണി കിട്ടിയാൽ ഇങ്ങ് കിട്ടട്ടെ എന്നുള്ള ലൈനിൽ, കിട്ടിയാൽ പോരട്ടെ എന്നുള്ള ലൈനിൽ, കിട്ടിയാൽ നന്നായിരിക്കുമല്ലോ എന്നുള്ള വിചാരത്തിൽ അവർ പറയണം ശരി ഞങ്ങൾക്ക് എന്താ 3-ാം ഭരണം കിട്ടിയാൽ സംഗതി കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. പക്ഷെ അവരുടെ പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ, CPM കമ്മിറ്റി യോഗം, ഇതിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചോ എന്ന് വെച്ചാൽ മന്ത്രിമാരുൾപ്പെടെ പല ആൾക്കാരും പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരാജയപ്പെട്ടു പോകുക എന്ന് ഇവർ പറയില്ല, പക്ഷെ നേരിയ സാധ്യത, ഇല്ലെങ്കിൽ അതിന് തിരിച്ചടി നേരിട്ടിട്ടുണ്ടാവും. ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് LDF-നൊപ്പം നിൽക്കുമോ UDF-നൊപ്പം നിൽക്കുമോ എന്നതനുസരിച്ചിരിക്കും കേരളത്തിന്റെ ജനവിധി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വിശകലനങ്ങളാണ് അവിടുന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ മെയ് 4-ന് ഒരു വലിയ സുനാമി ആയിരിക്കും വരാൻ പോകുന്നത്. അത് കേരളം ഇന്നേവരെ കാണാത്ത, ചരിത്രത്തിൽ ഇന്നവരെ ഇല്ലാത്ത, ഇല്ലെങ്കിൽ ഈ അടുത്ത കാലത്തെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ളൊരു ജനവിധി. ആ ജനവിധി ആയിരിക്കും കേരളത്തിൽ UDF-ന് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്. അതായത് UDF-ന്റെ ക്ലിയർ സ്വീപ്പ് ഓഫ് എന്ന് പറയുന്ന രീതിയിൽ, സ്വീപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ പോരാ, സുനാമി അടിച്ചു വരുന്നതുമാതിരി കേരളത്തെ മുഴുവൻ മുക്കിക്കളയാൻ പാകത്തിനുള്ള ഒരു ജനവിധിയാണ് സാധ്യത കൂടുതലുള്ളത്. അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹർഷയോടും കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയന്റെ കുറച്ച് ഫാൻസ് അസോസിയേഷൻ, ഫാൻസ് ഗ്രൂപ്പ്, ആ ഫാൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഗുണഫലങ്ങളും ഒക്കെ രുചിച്ച് അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരും, ഈ ആൾക്കാരല്ലാതെ കേരളത്തിൽ ആരെങ്കിലും LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു കാരണമല്ലാതെ LDF-ന് വേണ്ടി വോട്ട് ചെയ്യാൻ എന്ത് കാരണമായിരുന്നു നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത്? മുൻപോട്ട് വെക്കുന്ന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. വികസന ചരിത്രവും റോഡുകൾ നന്നാക്കിയതും മറ്റും. പിന്നെ അത് മതിയാവുമോ
കേരളത്തിലെ ഒരു കേരളത്തിലെ ഒരു വിജയം നേടുക എന്ന് പറഞ്ഞാൽ ഇനി അത് പറയുന്ന ഒരു 35% ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും. എങ്കിലും ഈ പറയുന്ന സുനാമി അതിവിടെ സംഭവിച്ചിട്ടുള്ളൂ. കാരണം 35 കഴിഞ്ഞിട്ടും ഇവിടെ ജനങ്ങളുണ്ട്. ജനങ്ങൾ തീരുമാനിച്ചൊരു വിധി എന്ന് പറയുന്നത് കേരളത്തിൽ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ കാണാത്തൊരു വിധിയായിരിക്കും. അതിനെ തന്നെ ഇപ്പോൾ UDF 100+ സീറ്റ് നേടണമെങ്കിൽ എത്ര സ്ഥലങ്ങൾ നേടേണ്ടി വരും, ഇതിൽ തന്നെ പല ജില്ലകളും വളരെ പ്രധാനമായി വരും, ആ ജില്ലകളിൽ എത്ര സീറ്റുകൾ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകൾ പലതും പുറത്തു വരുന്നുണ്ട്. അതൊന്നും UDF നേടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. പക്ഷെ ഇപ്പോൾ നമുക്കൊരു ഈ പാർട്ടികൾക്കുള്ളിലും അല്ലാതെയും അവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചും ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള റിയാലിറ്റി മനസ്സിലായിക്കൊണ്ട് നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ എല്ലാ ജില്ലകളുടെയും നമുക്കൊരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവർ പറയുന്ന പല മണ്ഡലങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ LDFന് കുറേ സീറ്റുകൾ കിട്ടും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. 14 ഭൂരിപക്ഷവും ഇവർക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ തിരുവനന്തപുരത്ത് എത്രയാണ് സാധ്യതയുള്ളത്? തിരുവനന്തപുരത്ത് സാധ്യത ശരിക്കും LDFന് കിട്ടുമെന്ന് ഉറപ്പായ സീറ്റുകൾ ഒരു പക്ഷേ ആറ്റിങ്ങൽ, നെടുമങ്ങാട്, പാറശാല, ഈ 3 സീറ്റുകൾ നമുക്ക് ഒരുപക്ഷെ LDFന് ഉറപ്പിച്ചേക്കാം. പക്ഷേ 4 സീറ്റുകൾ അൺസർട്ടനിറ്റിയിലും, അതായത് സാധ്യതകൾ നിലനിൽക്കുന്നത്, എങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ സാധ്യതയുള്ള, LDFന് കിട്ടാം, UDFന് ചിലപ്പോൾ BJPയും കിട്ടാൻ സാധ്യതയുള്ള 4 സീറ്റുകൾ. നേമം, കഴക്കൂട്ടം, ചിറയൻകീഴ്, വർക്കല, ഈ 4 സീറ്റുകളാണ്. ബാക്കിയുള്ള സീറ്റുകൾക്കെല്ലാം UDFനാണ് ഒരു ട്രെൻഡ് കാണുന്നത്. അതായത് ബാക്കിയുള്ള മണ്ഡലങ്ങളിലല്ല. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ ഇരവിപുരം, പുനലൂർ, പിന്നെ ചാത്തന്നൂർ, അതുപോലുള്ള ചടയമംഗലം, ഈ 4 സീറ്റുകൾ, അതിനകത്താണ് ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത്. അതായത് കൊല്ലത്ത് ബാക്കിയെല്ലാ, അതായത് ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ ബാക്കി എല്ലാ സീറ്റുകളിലും UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാവുകയും ഈ 4 സീറ്റുകൾ മാത്രമാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം, ആർക്ക് വേണമെങ്കിലും പോകാം എന്നുള്ളൊരു സാധ്യത നിൽക്കുന്നത്. ഈ 4 സീറ്റുകളിൽ തന്നെ ചാത്തന്നൂര് അറിയാലോ, ചാത്തന്നൂര് BJPക്ക് ഒരു ട്രെൻഡുള്ള സ്ഥലമായിരുന്നു. മീൻസ് ജയസാധ്യത ഉണ്ടല്ലോ എന്നല്ല, പക്ഷെ അവിടുത്തെ ആളുകൾക്ക് ചാത്തന്നൂര് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ വോട്ട് സ്പ്ലിറ്റായി പോകുന്ന സമയത്ത് അത് ഒരുപക്ഷെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാവാം എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ 4 മണ്ഡലങ്ങൾ മാത്രം നമ്മൾ സാധ്യത നിലനിർത്തിയാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ കാണുന്ന കാറ്റ് ശരിക്കും UDFന് അനുകൂലമായിട്ടാണ്. ഇനി അത് തന്നെ പത്തനംതിട്ടയിലേക്ക് വന്നാൽ, പത്തനംതിട്ടയിൽ യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? പത്തനംതിട്ട 4 മണ്ഡലങ്ങളിൽ അടൂർ, ആറന്മുള, റാന്നി, ഇത് 3, അതായത് വീണ ജോർജിന് ഉൾപ്പെടെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടി. വീണ ജോർജ് ഉൾപ്പെടെ മത്സരിച്ചാൽ ഇപ്പൊ ജയസാധ്യത ഉണ്ടോ എന്നുള്ള സംശയം പലപ്പോഴും സംസ്ഥാന കമ്മിറ്റി തന്നെ ഉന്നയിക്കുന്ന അത്തരം മണ്ഡലം കമ്മിറ്റികൾ കൊടുത്ത റിപ്പോർട്ടുകളിലെല്ലാം ഉണ്ട്. അതുപോലെ ആറന്മുള, അടൂർ, റാന്നി, ഈ 3 മണ്ഡലങ്ങളും ഒരു UDF അനുകൂല സാധ്യതയാണ് നിലനിർത്തുന്നത്. അപ്പൊ തന്നെ എത്ര സീറ്റായി നമ്മൾ നോക്കണം കേട്ടോ. നമ്മുടെ ഒരു കണക്കുകൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കേരളത്തിൽ ട്രെൻഡ് പോവുക എന്നാണ് വെച്ചിരിക്കുന്നത്. ഉറപ്പിച്ച് പറയുകയല്ല, സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. കോന്നിയിൽ അൺസർട്ടനിറ്റി ആണുള്ളത്, അതായത് സാധ്യതയുണ്ട്. കോന്നി ചിലപ്പോൾ LDFന് വേണ്ടി നിന്നേക്കാം, ചിലപ്പം അതും ഒരു ഒഴുക്കില് പത്തനംതിട്ടയില് UDFന് വേണ്ടി നിന്നേക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ സീറ്റുകളുടെ എണ്ണം എടുക്കുന്നത് ഇപ്പൊ ചേർത്തല, മാവേലിക്കര, ഇത് LDFന് ഉറപ്പിച്ചോ എന്ന് വിചാരിച്ചോ. പക്ഷെ മറ്റ് മണ്ഡലങ്ങള് ആലപ്പുഴ, അമ്പലപ്പുഴ, അരൂർ, ഹരിപ്പാട്, കായംകുളം, ഇതെല്ലാം ഒരു UDF അനുകൂല ട്രെൻഡാണ് കാണിക്കുന്നത്. ചെങ്ങന്നൂര് മാത്രമാണ് അതിനകത്തൊരു സാധ്യത നിലനിൽക്കുന്നത്. എന്താവും ജയം എന്നൊരു കുട്ടനാടും UDF കൈവിട്ടു പോകുമെന്നുള്ളൊരു സംശയം ഘടകകക്ഷികൾ തന്നെ ഇന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. LDFന്റെ ഘടകകക്ഷികൾ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കി നിലനിൽക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ ചേർത്തലയും മാവേലിക്കരയും മാത്രമാണ്. പിന്നെയുള്ളത് ചെങ്ങന്നൂരാണ്. അത് LDFന് കിട്ടുമെന്ന് നോക്കിക്കോ, ഈ ചേർത്തലയും മാവേലിക്കരയും. പിന്നെയുള്ളത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയാണ്, ചെറിയാണ് ഒരു പക്ഷെ കിട്ടിയേക്കാം. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അൺസർട്ടൺ ആണ്, നമുക്ക് തീരുമാനം എങ്ങോട്ടും ഉണ്ടാവാം. അങ്ങനത്തെ ഒരു സാധ്യത. ഇത് ഒരു ട്രെൻഡ് കൂടുതൽ നമുക്ക് കാണുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ 2 മണ്ഡലമാണ് ബേസിക്കലി LDFനുള്ളത്. ഒരു പക്ഷെ അത് ഒരു 3 ആയേക്കാം, ചിലപ്പോൾ അത് 2 തന്നെ നിന്നിട്ട് മറ്റവർക്ക് ബാക്കി കൂടെ കിട്ടിയേക്കാം. അങ്ങനെ പോകാൻ വരുന്നൊരു ജില്ലയാണ്. അപ്പോൾ ആലപ്പുഴ വരെ. ഇനി നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് വരാം. കോട്ടയം ജില്ലയ്ക്ക് ഒരു മുമ്പത്തെ മായനേക്കാളും UDF അനുകൂല ഒരു ചിത്രത്തിലേക്കായിരിക്കും ജില്ലയാണ്. അപ്പോൾ പക്ഷെ ഇത്തവണ കാഞ്ഞിരപ്പള്ളി, വൈക്കം,
ഈ 2 മണ്ഡലങ്ങൾ മാത്രമാണ് നമുക്കൊരു LDF സാധ്യത കൽപ്പിക്കാൻ പറ്റുന്ന മണ്ഡലം. ഇതിൽ തന്നെ ചിലപ്പം വൈക്കം അങ്ങോട്ട് മറിയാനും സാധ്യതയുണ്ട് UDF അങ്ങനെയാണെങ്കിൽ കോട്ടയത്തും നമ്മളൊരു 2 സീറ്റ് UDF വേണ്ടി കരുതി വെച്ചാൽ മതി. ഇനി അവിടെ നിന്ന് നമ്മൾ ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കിയിൽ ഇത്തവണ അത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതായത് ഇടുക്കി എന്ന് പറഞ്ഞ ജില്ല തന്നെ UDF പോരാൻ സാധ്യതയുള്ള ജില്ലയാണ്. അതിന്റെ കാര്യം വെച്ചാൽ ഇരട്ട വോട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഏകദേശം ഇല്ലാതായി കഴിഞ്ഞു. SIR നടപ്പാക്കലോടെ കുറെയൊക്കെ ഈ അതിര് ജില്ലകളിലൊക്കെ ഉള്ള മഞ്ചേശ്വരത്തൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ മാതിരി അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും തള്ളിക്കളയുകയാണെങ്കിൽ ഇടുക്കിയില് സീറ്റുകളെല്ലാം UDF അനുകൂല ട്രെൻഡ് ആവാനാണ് സാധ്യത. ഇനി കൂടിപ്പോയാൽ ദേവികുളം ചിലപ്പം LDF കയ്യിലിരുന്നേക്കും. എന്നാലും ഒരു സീറ്റ് ഇടുക്കിയിൽ വയ്ക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാം. അതായത് ഞാൻ പറഞ്ഞ ദേവികുളം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ സാധ്യതയുണ്ട്. പക്ഷെ ബാക്കി എല്ലാ സീറ്റുകളും നമ്മൾ UDF തന്നെ കണക്കാക്കി കൊടുക്കുന്നു. അപ്പൊ പിന്നെ എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ സത്യത്തിൽ വൈപ്പിൻ മാത്രമാണ് സാധ്യത. ചാൻസ് കൂടുതലുള്ളത്. അതായത് മുൻതൂക്കം നിൽക്കുന്ന മണ്ഡലങ്ങളിൽ വൈപ്പിൻ മാത്രമാണുള്ളത്. എറണാകുളത്ത് മറ്റൊരു മണ്ഡലവും LDF സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ LDF കഴിഞ്ഞ തവണയൊക്കെ നല്ല മുന്നേറ്റം, അതിന് മുന്നത്തെ തവണയും നല്ല മുന്നേറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ LDF നല്ല മുന്നേറ്റം നടത്തിയ ജില്ലയാണ് എറണാകുളം ജില്ല എന്ന് പറഞ്ഞ മണ്ഡലങ്ങളെല്ലാം. പക്ഷെ ഇത്തവണ പി രാജീവ് മന്ത്രി ഉൾപ്പെടെ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വൈപ്പിൻ മാത്രമായിരിക്കും LDF കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് അതായത് അങ്കമാലി, ആലുവ, പെരുമ്പാവൂർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ മൂവാറ്റുപുഴ എല്ലാം UDF ട്രെൻഡിലേക്ക് കൂടി കിട്ടാൻ സാധ്യത. അതായത് ഈ 100 സീറ്റ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. പിന്നെ ഉള്ളത് തൃശ്ശൂരാണല്ലോ നമ്മൾ ഏറ്റവും തൃശ്ശൂർ പിടിക്കുന്നവർ കേരളം പിടിക്കും എന്നൊരു സംഭവമാണ്. തൃശ്ശൂരും അങ്ങനെയാണല്ലോ ഒരു സംഭവം. തൃശ്ശൂരിൽ എത്ര സീറ്റ് കിട്ടും UDF? അതാണല്ലോ എല്ലാവരും ഡൗട്ടായിട്ട് പറയുന്നത്. അതായത് VD സതീശൻ പറഞ്ഞ് 100 കിട്ടണമെങ്കിൽ തൃശ്ശൂരിൽ എത്ര കിട്ടേണ്ടി വരും, തൃശ്ശൂരിൽ അത്ര കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംശയത്തിന്റെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തൃശ്ശൂരിൽ കാര്യങ്ങൾ കുറച്ച് മാറിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നമ്മൾ മുൻതൂക്കം ഏതൊക്കെ മണ്ഡലങ്ങളിൽ കൊടുക്കാം എന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും UDF ട്രെൻഡ് കാണിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ UDF കിട്ടാൻ സാധ്യതയുള്ള 5 മണ്ഡലങ്ങൾ ഇല്ലെങ്കിൽ 6 മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? വടക്കാഞ്ചേരി, ഗുരുവായൂർ, മണലൂർ, പിന്നെ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, ചാലക്കുടി. ഇത്രയും മണ്ഡലങ്ങൾ ഈ കഴിഞ്ഞ തവണത്തിൽ നിന്ന് മാറി ശരിക്കും ഇത് UDF കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇതിനകത്ത് ചേലക്കരയും കയ്പമംഗലവും പുതുക്കാടും ഇത് മാത്രമാണ് യഥാർത്ഥത്തിൽ LDF നിൽക്കാൻ സാധ്യതയുള്ള തൃശ്ശൂരിലെ മണ്ഡലങ്ങൾ. ഷുവറായിട്ടും നിൽക്കാൻ ഒരുപക്ഷെ പുതുക്കാടും ചേലക്കരയും മറ്റേ കയ്പമംഗലവും തൃശ്ശൂരിന് കിട്ടിയേക്കാം. BJPക്ക് ഒരു റോൾ ഉണ്ടാവില്ല. BJPക്കൊന്നും കിട്ടില്ല. BJPക്കൊന്നും കിട്ടാൻ പോകുന്നില്ല തൃശ്ശൂര്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വടക്കാഞ്ചേരി, ഗുരുവായൂർ, മണലൂർ, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, ചാവക്കാട് ഇത്രയും മണ്ഡലങ്ങൾ അത് ഏകദേശം UDF കിട്ടുമെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ പിന്നെയുള്ള ഒരു 4 മണ്ഡലമുണ്ട്. കുന്നംകുളം, നാട്ടിക, ഇരിങ്ങാലക്കുട, ഉല്ലൂർ. ഈ 4 മണ്ഡലങ്ങൾ ആരുടെ കൂടെ ഒരു 50-50 ചാൻസ് ആണ്. അതായത് ഒരുപക്ഷെ LDF മുൻതൂക്കൊണ്ട് ചിലപ്പം അത് UDF പോകാൻ സാധ്യത ഉള്ള മണ്ഡലങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ കുന്നംകുളം വരെ ചിലപ്പോൾ UDF. അങ്ങനെയാകുമ്പോൾ ഈ 100+ സീറ്റ് എന്നുള്ളൊരു സംഗതി പിടിക്കാനുള്ള സീറ്റുകൾ തൃശ്ശൂരിൽ നിന്ന് വെച്ചാൽ തൃശ്ശൂർ ജയിക്കുന്നവർ കൊണ്ടുപോകുന്നതാണല്ലോ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ചേലക്കര, കയ്പമംഗലം, പുതുക്കാട് ഇത് മാത്രം നമ്മൾ LDF കൊടുക്കുകയും ബാക്കി 6 സീറ്റുകളും UDF കൊണ്ടുപോയി ചെയ്യുകയാണെങ്കിൽ പിന്നെ തുലാസിൽ നിൽക്കുന്ന 4 സീറ്റുകൾ കുന്നംകുളം, നാട്ടിക, ഇരിങ്ങാലക്കുട, ഉല്ലൂർ ഈ 4 സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റുന്ന 4 സാധ്യതാ സീറ്റുകളും. അങ്ങനെയാണ് തൃശ്ശൂരത്തെ ഒരു ട്രെൻഡ് നമുക്ക് ഇത്തവണ മനസ്സിലാവുന്ന ഒരു കാര്യം. കൂടുതലും ഈ 3 മണ്ഡലത്തിലാണ് ഒരുപക്ഷെ LDF ഒരു ഷുവറുണ്ട്. അപ്പോൾ തന്നെ എങ്ങനെയാണ് തൃശ്ശൂർ ഓൾറെഡി UDF സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജില്ല എന്ന് കണക്കാക്കിയാൽ ഈ 99-100 എന്നുള്ളൊരു കണക്ക് അവിടെ വ്യക്തമാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. നമുക്ക് മത്സരഫലം വന്നു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു അസസ്മെന്റ് വെച്ചിട്ട് ഇങ്ങനെയാണ് സംഭവിക്കുക. ഇനി പാലക്കാട് ജില്ലയിലേക്ക് വരിക, വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ജില്ലയാണല്ലോ പാലക്കാട്. തൃശ്ശൂർ കഴിഞ്ഞ അടുത്തൊരു ജില്ലയാണ്. അതിനകത്ത് തന്നെ UDF സാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് രമേശ് പിഷാരടിയുടെ പാലക്കാട്, VT ബൽറാം മത്സരിക്കുന്ന തൃത്താല, പിന്നെ പട്ടാമ്പി, മണ്ണാർക്കാട്, ചിറ്റൂര്,
പട്ടാമ്പി, മണ്ണാർക്കാട്, ചിറ്റൂരും, തൃത്താലയും, പാലക്കാടും ഈ മണ്ഡലങ്ങൾ UDF-ലേക്ക് ഒരു ചായ്വ് നമുക്ക് ഒരു മുൻഗണന ഇല്ലെങ്കിൽ അവർക്കൊരു പ്രാമുഖ്യം കൊടുക്കാൻ പറ്റുന്ന, അവർ മുൻതൂക്കം കൊടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്. അതായത് ഈ 5 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ UDF-നായിരിക്കും മുൻതൂക്കം എന്ന് കണക്കാക്കുകയാണെങ്കിൽ 5 എണ്ണം പാലക്കാട് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ മലമ്പുഴ, ആലത്തൂർ, തരൂർ, ഷൊർണൂർ ഈ 4 മണ്ഡലങ്ങളായിരിക്കും LDF-ന്റെ കൂടെ. മലമ്പുഴ LDF-നായിരിക്കും ആവാനാണ് സാധ്യത. കാരണം അങ്ങനെ ഒരു സ്ഥലമാണ് അത്. BJP-യുടെ വോട്ടുകളൊക്കെ കൂടുതലും വരുമെങ്കിൽ പോലും BJP-യുടെ നല്ല സ്ഥാനം അവരുടെ അവിടെയുള്ള ശക്തനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും മലമ്പുഴയിൽ LDF-നാണ് സാധ്യത കൂടുതൽ. പിന്നെ ആലത്തൂരും തരൂരും ഷൊർണൂരും ഈ 4 സീറ്റുകൾ LDF-ന്റെ ഒരു ട്രെൻഡ് കാണിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോഴും 3 സീറ്റുകളുണ്ട്. നെന്മാറ നമ്മൾ മുമ്പത്തെ ചർച്ചകളും പറഞ്ഞിട്ടുണ്ട്. നെന്മാറയിൽ പല ഉള്ളകളികൾ നടക്കുന്നതുകൊണ്ട് അത് എങ്ങോട്ടും നിൽക്കാം. ഒരു കാറ്റ് ആഞ്ഞു വീശുകയാണെങ്കിൽ ചിലപ്പോൾ നെന്മാറയും UDF-ന്റെ തരംഗത്തിനൊപ്പമാണെങ്കിൽ നെന്മാറയും UDF-ന്റെ കൂടെ അങ്ങ് പോരും. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഒറ്റപ്പാലവും കോങ്ങാടുമാണ്. ഒറ്റപ്പാലം അറിയാലോ, PK ശശിയുടെ സംഭവം. അത് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു LDF-ന് UDF-ന് കൊടുക്കാൻ പറ്റാത്തൊരു മണ്ഡലമാണ്. PK ശശി തന്നെ ആയതുകൊണ്ട് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒറ്റപ്പാലവും കോങ്ങാടും ഈ നെന്മാറയും ഈ 3 സ്ഥലങ്ങൾ നമ്മളൊരു ചാൻസ് നിർത്താം. ഈ സ്ഥലത്ത് നിന്ന് ഒരു മണ്ഡലം കൂടെ ശരിക്കും നമ്മൾ ഈ പറയുന്ന UDF-ന്റെ സാധ്യതയുള്ള മണ്ഡലത്തിലേക്ക് ചേർക്കണമെങ്കിൽ സത്യത്തിൽ പാലക്കാട് ജില്ലയിൽ UDF-ന്റെ സമഗ്രാധിപത്യമായിരിക്കും. പിന്നെ 1-2 സീറ്റുകളിലേക്ക് മാത്രം പാലക്കാട് LDF ഒതുങ്ങി പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥാനമാണ്. ഇനി അവിടുന്ന് നമ്മൾ കോഴിക്കോടേക്ക് വന്നു. മലപ്പുറത്തേക്ക് ആദ്യം വരാം. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് സാധ്യത? മലപ്പുറത്ത് ഇത്തവണ LDF നിലം തൊടില്ല. കാരണം എല്ലാ സീറ്റുകളും മലപ്പുറം ജില്ല മുഴുവൻ, മലപ്പുറയിലെ മണ്ഡലങ്ങൾ മുഴുവൻ UDF കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു ജനവിധിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ന്യൂനപക്ഷങ്ങൾ എപ്പോഴും കൂടെ നിൽക്കാൻ അങ്ങനെ നമ്മൾ പറയരുത്. മലപ്പുറത്ത് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, പക്ഷെ മലപ്പുറത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഉള്ളതാണ്. മലപ്പുറം UDF-ന്റെ ഒരു സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷെ സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പോലും UDF-ന്റെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ മലപ്പുറം മുഴുവനായിട്ട് ഒലിച്ചു പോകും. ഇതുപോലെ തന്നെ സത്യത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ പോലും കോഴിക്കോട് LDF-ന് ശക്തിയുള്ള സ്ഥലങ്ങളുണ്ട്. അതും അനങ്ങാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ പേരാമ്പ്ര, വടകരയില്ല, വടകര നാദാപുരം, പിന്നെ പേരാമ്പ്ര തുടങ്ങിയിട്ടുള്ള ഇടത് കോട്ടകളെന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട്. പക്ഷെ ആ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഇത്തവണ കുലുങ്ങാൻ പോകുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കോഴിക്കോടൊന്നും മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ സാധ്യത വെക്കുന്നത് എലത്തൂർ സ്ഥാനാർത്ഥിക്കാണ്. പക്ഷെ എന്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് എലത്തൂരും അവിടെ നിൽക്കില്ല. എലത്തൂരിനും UDF ട്രെൻഡാണ്. ജയിക്കുകയാണെങ്കിൽ UDF-ന് ജയസാധ്യതയുള്ള LDF-ന് ജയസാധ്യതയുള്ള 2 സീറ്റുകളായിരിക്കും. അതൊന്ന് തിരുവമ്പാടിയും ഒന്ന് ബേപ്പൂരും ആയിരിക്കും. ചിലപ്പോൾ റിയാസ് ജയിച്ചു പോകും. തിരുവമ്പാടിയിലെ കാൻഡിഡേറ്റും തിരുവമ്പാടിയും ബേപ്പൂരിലായിരിക്കും LDF-ന് കോഴിക്കോട് കിട്ടാൻ പോകുന്ന സീറ്റുകൾ ഉണ്ടാവുന്നത്. അവിടെ ഒരു തുലാസ് പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. അൺസർട്ടനിറ്റി ഉള്ള സീറ്റുകൾ പോലും ഉണ്ടല്ലോ. ഈ അൺസർട്ടനിറ്റി ഉള്ള സീറ്റുകൾ ഈ ബേപ്പൂരും തിരുവമ്പാടിയുമാണ്. ഈ 2 സീറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സീറ്റും സത്യത്തില് ഇത്തവണ മലപ്പുറം പോലെ തന്നെ UDF-ലേക്ക് എത്തിച്ചേരാൻ സാധ്യത. പിന്നെ വയനാടിനെ കാര്യം പറയണം. വയനാടെന്ന ജില്ല എന്ന് പറഞ്ഞാൽ തന്നെ UDF-ന്റെ മണ്ഡലമാണ്. അത് 3 മണ്ഡലങ്ങൾ, സുൽത്താൻ ബത്തേരിയാണെങ്കിലും കൽപ്പറ്റയാണെങ്കിലും മാനന്തവാടിയാണെങ്കിലും 3ഉം UDF-ന്റെ ട്രെൻഡ് തന്നെയാണ് ഇത്തവണയും കാണിക്കുന്നതെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വയനാട് ജില്ല അങ്ങനെയാണ്. ഇനി അടുത്തൊരു സംഭവം നടക്കാൻ പോകുന്നത് കണ്ണൂരാണല്ലോ ഈ കോട്ടകൾ ഇളകുമ്പോൾ. കണ്ണൂരിൽ പൊട്ടലും ചീറ്റലും നിരവധി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കണ്ണൂരിന് LDF-ന് എത്ര കിട്ടാൻ സാധ്യതയുണ്ട്? അതാണല്ലോ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു കണക്ക് കൂട്ടലും നമ്മുടെ ഒരു വിലയിരുത്തലും വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കണ്ണൂരത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് നമുക്ക് LDF-ന് ഏതൊക്കെ ഉറപ്പിക്കാൻ പറ്റും? ഉറപ്പായിട്ടും ധർമ്മടം ഉറപ്പിക്കാൻ പറ്റും അല്ലേ? തലശ്ശേരി ഉറപ്പിക്കാൻ പറ്റും, മട്ടന്നൂർ ഉറപ്പിക്കാൻ പറ്റും, പയ്യന്നൂർ, കല്യാശ്ശേരി അല്ലെ? ഈ 5 മണ്ഡലങ്ങൾ നമ്മൾ LDF-ന് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അത് അവിടെ എന്ത് നടന്നാലും ചെയ്യാൻ പറ്റില്ല. കാരണം ധർമ്മടത്ത് വേറൊരാളെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ തൽക്കാലം പറ്റില്ല. മട്ടന്നൂര് ഷുവർ ഷോട്ടാണ് മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം. കല്യാശ്ശേരി ഒരുപക്ഷെ അങ്ങനെ തന്നെയാണ്, പയ്യന്നൂർ അങ്ങനെയാണ്, ധർമ്മടവും അങ്ങനെയാണ്. അപ്പോൾ പക്ഷേ
ഇത്തവണ ഒരു കുറെ ലീക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. UDFന്റെ ഒപ്പം നിൽക്കാൻ കണ്ണൂർ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെയുണ്ട്. കണ്ണൂരായിരിക്കും ഒരു മാറ്റം വലിയ രീതിയിൽ അങ്ങനത്തെ സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ സ്പെഷ്യാലിറ്റിക്സ് മത്സരിക്കുന്ന പേരാവൂർ തന്നെയാണ്. പേരാവൂർ, ഇരിട്ടി, കൂത്തുപറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ഈ മണ്ഡലങ്ങളുണ്ടല്ലോ. ഈ മണ്ഡലങ്ങൾ UDFന് ഒരു ട്രെൻഡാണ് നമ്മളുടെ ഒരു കണക്ക് കൂട്ടലിൽ മനസ്സിലാവുന്നത്. ഈ 5 മണ്ഡലങ്ങൾ, അതായത് പേരാവൂര്, അഴീക്കോട്, കണ്ണൂർ, കൂത്തുപറമ്പ്, ഇരിട്ടി, ഇത്രയും മണ്ഡലങ്ങൾ UDFന്റെ ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ നിന്നും 5 സീറ്റ് UDFന് കണക്കിലാക്കി വെക്കൂ, ഈ 100-ൽ ഉൾപ്പെടുത്തും. പിന്നെ 2 സീറ്റുകൾ അവിടെ കണ്ണൂര് 2 സീറ്റുകൾ അൺസർട്ടൺ ആണ്, അതായത് അൺസർട്ടണിറ്റി ഉള്ള സീറ്റുകൾ. തളിപ്പറമ്പും 2 1 തളിപ്പറമ്പ് മാത്രം, ബാക്കിയെല്ലാം നമ്മൾ അവിടെ ഉൾപ്പെടുത്തി. തളിപ്പറമ്പാണ് നമ്മൾ പിന്നെ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കുന്നത്. LDFനാണ് കൂടുതൽ സാധ്യത. പക്ഷെ ഒരു പക്ഷേ ചെറിയൊരു ചാഞ്ചാട്ടം UDFിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് തളിപ്പറമ്പില്. ഈ ഒരു സീറ്റാണ് ശരിക്കും ഒരു അൺസർട്ടൺ ആയിട്ടുള്ള, അതും കൂടെ കിട്ടാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് UDFന് അപ്പോഴും ഇത്രയും സീറ്റുകൾ നമുക്ക് അവിടെ ഒരു കൊടുത്തു, ഈ 100-ൽ ഉൾപ്പെടുത്തി അവിടെ കൊടുക്കാൻ സാധിക്കും. പിന്നെ കാസർഗോഡേക്ക് അവസാനത്തെ ജില്ലയിലേക്ക് എത്തുകയാണെങ്കിൽ കാസർഗോഡ്, തൃക്കരിപ്പൂർ, ഉദുമ, മഞ്ചേശ്വരം അല്ലെ, ഇത്രയും മണ്ഡലങ്ങൾ UDF ട്രെൻഡാണ്. മഞ്ചേശ്വരം നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, സുരേന്ദ്രനാണ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ പോലും അവിടെ ശക്തമായ മത്സരമാണ് UDF എന്നുണ്ടായിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ SIR-ന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ 4 മണ്ഡലങ്ങളും UDF ട്രെൻഡാണ് കാണിക്കുന്നത്. കാസർഗോഡ് നമ്മൾ 4 സീറ്റ് വരെ UDFന് അങ്ങനെയാണെങ്കിൽ കൊടുക്കാം. ഒരു സീറ്റാണ് ഏതാണ്, കാഞ്ഞങ്ങാടാണ് നമുക്ക് LDFന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഷുവർ ആയിട്ടും LDFന് കിട്ടാൻ സാധ്യതയുള്ള സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാഞ്ഞങ്ങാടായിരിക്കും. ഇനി ഇത്രയും ജില്ലകളുടെ കണക്ക് പറഞ്ഞല്ലോ, ഇത്രയും ജില്ലകളുടെ കണക്ക് പറയുമ്പോൾ UDFന് അത് അൺസർട്ടണിറ്റി ഉള്ള സീറ്റുകൾ അവിടെ മാറ്റി നിർത്തും. അത് 22 സീറ്റുകളാണ്. ഈ അൺസർട്ടണിറ്റി ഉള്ള സീറ്റുകൾ അത് വേണമെങ്കിൽ LDFിലേക്കും വേണമെങ്കിൽ UDFിലേക്കും വേണമെങ്കിൽ NDAയിലേക്കും അറിയാവുന്ന, NDAയിലേക്ക് 2 സീറ്റുകളുടെ ഒരു നമുക്ക് കൊടുക്കാം. NDAക്ക് 0 to 2, 0 മുതൽ 2 വരെ സീറ്റുകൾ ഒരുപക്ഷെ NDAക്ക് കിട്ടിയേക്കാം. ഏതാണ്, നിയമവും കഴക്കൂട്ടവും ഉൾപ്പെടെയുള്ള സീറ്റുകൾ. അതവിടെ നിർത്തുകയാണെങ്കിൽ ഈ 22 അത് ഈ 22-ലാണ് കേട്ടോ ഉൾപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 22 അൺസർട്ടൺ ആയിട്ടുള്ള 2 സീറ്റുകളുണ്ട്. ഈ 22 സീറ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ UDFന് ട്രെൻഡ് വെച്ചിരിക്കുന്ന, നമ്മൾ ഈ ഓരോ ജില്ലകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ UDFന് ട്രെൻഡ് വെച്ചിരിക്കുന്ന സീറ്റുകൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 99 സീറ്റുകളാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ ജില്ലകളുടെയും കണക്ക് വരികയാണെങ്കിൽ UDFന് 99 സീറ്റുകളാണുള്ളത്. LDFന് എത്ര സീറ്റുകളാണ്? 19 സീറ്റുകൾ. അപ്പോഴാണ് ഈ 22 സീറ്റ് നിർണ്ണയമാവുന്നത്. ഈ 99-നൊപ്പം ഇതിന്റെ കൂടെ 22 ചേർന്നാൽ എത്ര സീറ്റുകൾ വരും? 121 സീറ്റുകൾ വരെ UDFന് കിട്ടാം. ഇനി LDFനാണ് വരുന്നതെങ്കിൽ 19-ന്റെ കൂടെ 22-ഉം കൂടെ ചേർന്നാൽ 41 സീറ്റ് LDFന് കിട്ടാം. NDA 0 മുതൽ 2, 41 സീറ്റ് LDFന്. VD സതീശൻ പറഞ്ഞത് 100 സീറ്റാണ്. 100 സീറ്റിൽ 140 മണ്ഡലങ്ങളിൽ 100 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 40 സീറ്റാണ് LDFന് VD സതീശൻ കണക്കാക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ NDAക്കും കൂടെ ചേർത്തിട്ട് 40 സീറ്റ് അപ്പുറത്ത് പോകും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കണക്കിൽ നമ്മളുടെ ഒരു നമ്മളുടെ ഒരു അസസ്മെൻറ്റും കൂടെ വയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ 99 മുതൽ 121 സീറ്റ് വരെ UDFന് സാധ്യതയുള്ളതാണ്. അതായത് ഈ കണക്ക് നോക്കുമ്പോൾ 99 സീറ്റ് UDFന് കിട്ടുന്ന വെച്ചാൽ ബാക്കിയുള്ള 22 സീറ്റില്ലേ, അത് എങ്ങോട്ട് ചേരുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെയാലും മുഴുവനായിട്ടും LDFിലേക്ക് UDFിലേക്ക് പോവില്ല. അപ്പോൾ എന്നാലും 99 മുതൽ 121 വരെ സീറ്റ് ചുരുങ്ങിയത് UDFനും, 19 മുതൽ 41 വരെ സീറ്റ് LDFിനും, NDAക്ക് 0 to 2, 0 മുതൽ 2 വരെ സീറ്റ്. ഇതായിരിക്കും കേരളത്തിൽ മിക്കപ്പോഴും 4-ാം തീയതി നടക്കാൻ പോകുന്നിട്ടുള്ള സുനാമി എന്ന് പറയുന്നത്. അതായത് ആ ഒരു തരത്തിലേക്കുള്ള ഇതാണെങ്കിൽ കേരളത്തിൽ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി, നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിക്ക് മുഴുവൻ ഒഴുകി പോകുന്ന ഒരു വിക്ടറി ആയിരിക്കും UDFന് സാധിക്കുക. പക്ഷെ ഇത് LDFനാണ് ഇനിയിപ്പോൾ ഒരു മുൻതൂക്കം നമ്മൾ ഇനി കണക്കാക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചു ഒരു പക്ഷേ ജയിക്കാനുള്ള, ഇല്ലെങ്കിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിക്ടറി പോലിരിക്കും
ഇത് പോവില്ല. കാരണം ട്രെൻഡാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഹർഷയോടെ എന്ത് കാരണം കൊണ്ട് നിങ്ങൾ LDF-ന് വോട്ട് ചെയ്യണം എന്നുള്ളതുണ്ട്. അതായത് പിണറായി വിജയന്റെ മുഖം വെച്ചിട്ടുള്ള ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയപ്പോൾ MLA-മാർ നല്ലതായിരിക്കാം എന്ന് അറിഞ്ഞിട്ട് കൂടി ഉള്ളവർ പോലും ആന്റി പിണറായിസ്റ്റ് ആ ഒരു സംഭവത്തിന് വോട്ട് വേറെ തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ന്യൂനപക്ഷ കൺസോളിഡേഷൻ മാത്രമല്ല, ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ട്, പക്ഷെ അപ്പോൾ പോലും മറ്റു രീതിയിൽ ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഫലം വന്നിട്ടില്ല, പക്ഷേ നമ്മളുടെ ഒരു രീതിയിലുള്ള അനാലിസിസ് നടത്തി നോക്കുമ്പോൾ, മണ്ഡലങ്ങളിലുള്ള അനാലിസിസ് നടത്തി നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കേന്ദ്ര ഇന്റലിജൻസിന്റെയും സംസ്ഥാന ഇന്റലിജൻസിന്റെയും തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുകൾ എന്ത് തന്നെയാണെങ്കിലും അതിന്റെ ഒരു ഉൾട്ടയായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുന്നതെന്നാണ്. അതിനെല്ലാം ഞാൻ പറഞ്ഞില്ലേ, സുനാമി ആയിരിക്കും, സുനാമിയിൽ ഒഴുക്കിക്കളയുന്ന റിസൾട്ട് ആയിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത്. കേരളത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളും സർവേ ഫലങ്ങളും ഒക്കെ ഒഴുക്കിക്കളയാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരാഴ്ച കൂടി ഉണ്ട്, അറിയാം എന്തൊക്കെ ആഴ്ചയില്ല, നമുക്ക് അറിയാം കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താവും കേരളത്തിൽ പറയാം നമുക്ക്. അതെ.